ഹലോ ഫ്രണ്ട്സ്, കോൺട്രാക്റ്റ് ആക്ടിലെ പാർട്ട് 4 കൺസിഡറേഷനെ പറ്റിയുള്ള ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൺസിഡറേഷൻ ഒരു കോൺട്രാക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺസിഡറേഷൻ. എങ്ങനെയുള്ള കൺസിഡറേഷനാണ് കോൺട്രാക്റ്റിനെ ബലപ്പെടുത്തുന്നത്, എന്തൊക്കെ എലമെൻസ് ആണ് ഒരു കൺസിഡറേഷന് വേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്നിവയാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഈ ക്ലാസ് മലയാളത്തിലാണ്. സ്റ്റുഡൻസിന് വേണ്ടി ആണ് മലയാളത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് മലയാളത്തിൽ ക്ലാസ് എടുക്കുന്നത്. ആദ്യമായി കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷനിൽ എവിടെയാണ് കൺസിഡറേഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 10 പ്രകാരം, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ സെക്ഷൻ 10 പ്രകാരം all agreements are contract if they are made by the free consent of the party competent to contract for a lawful consideration with a lawful object and are not hereby expressly declared to be void. ഇതാണ് കോൺട്രാക്റ്റിൻ്റെ ഡെഫിനിഷൻ. ഇതിലെ ഓരോ സെൻറ്റൻസിനും പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട്. ഈ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെക്ഷൻ 2 മുതൽ സെക്ഷൻ 30 വരെയുള്ള കോൺട്രാക്റ്റ് ആക്ടിലെ സെക്ഷൻ 2 മുതൽ സെക്ഷൻ 30 വരെയുള്ള നിയമങ്ങൾ സംയോജിച്ചുകൊണ്ടാണ് ഈ സെക്ഷൻ 10 എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വരും ക്ലാസ്സുകളിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്ന് നമ്മൾ നോക്കുന്ന കൺസിഡറേഷൻ, അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടിരിക്കുന്നത് ലോഫുൾ കൺസിഡറേഷൻ എന്നാണ്. ലോഫുൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത് നിയമപരമായ സമ്മതം, അല്ലെങ്കിൽ അതിന് സംതിങ് ഫോർ സംതിങ് എന്നുള്ള രീതിയാണ്. അപ്പോൾ ആദ്യമായി കൺസിഡറേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. കോൺട്രാക്റ്റ് ആക്ടിൽ കൺസിഡറേഷനെ പറ്റി എന്ത് പറയുന്നു എന്ന് നമുക്ക് ആദ്യം നോക്കാം. കോൺട്രാക്റ്റ് ആക്ടിൽ സെക്ഷൻ 2 ക്ലോസ് ഡി പ്രകാരമാണ് കൺസിഡറേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2 ക്ലോസ് ഡി പ്രകാരം അറ്റ് ദ ഡിസയർ ഓഫ് പ്രോമിസർ, promisee or any other person. At the desire of the promiser, promisee or any other person. ഇവിടെ കൺസിഡറേഷൻ കൊടുക്കുന്നത് ഒരു പ്രോമിസർ ആവാം, ഒരു പ്രോമിസി ആവാം, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളാവാം. ഇവിടെ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളെന്ന് പ്രത്യേകം എടുത്തു പറയാൻ കാരണമുണ്ട്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു ഡോക്ട്രൈൻ ഉണ്ട്. ആ ഡോക്ട്രൈൻ നമ്മൾ പഠിക്കും, ഇതിനോടൊപ്പം തന്നെ പഠിക്കും. അതിൽ സ്ട്രേഞ്ചർ ടു എ കോൺട്രാക്ട് കനോട്ട് ബി സ്യൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റൊരു തിയറിയും കൂടി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതെല്ലാം കൃത്യമായി ഈ സ്ലൈഡ്സിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ ഹാസ് ഡൺ ഓർ അബ്സ്റ്റെയിൻ ഫ്രം ഡൂയിങ്. ഇവിടെ ഇതിൻ്റെ വാചകം എടുത്ത് നോക്കുകയാണെങ്കിൽ ഹാസ് ഡൺ പ്രസന്റ് പെർഫെക്റ്റ് ഫോമിലാണ് അത് കിടക്കുന്നത്. അതായത് ഒരു സംഭവം ചെയ്തു കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം ഉള്ള കാര്യങ്ങളെ ഡിനോട്ട് ചെയ്യാനാണ് നമ്മൾ ഹാസ് എന്ന് ഉപയോഗിക്കുന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഹി ഹാസ് ഡൺ ഇറ്റ് എന്ന് പറയുമ്പോൾ അവൻ ചെയ്തു കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകളോ ഏതാനും സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഒരു ദിവസം പോലും അത് പിന്നിട്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഓർ അബ്സ്റ്റെയിൻഡ് ഫ്രം ഡൂയിങ് ഇറ്റ്. ആസ് യു ക്യാൻ സി, അബ്സ്റ്റെയിൻഡ് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ടാണ് അത് പ്യുവർ പാസ്റ്റ് ആയിട്ട് കിടക്കുന്നത്.
അപ്പോൾ ഈ 2 സെന്റൻസിൽ തന്നെ പ്രസന്റ് പെർഫെക്റ്റും പാസ്റ്റും കംപ്ലീറ്റ് പാസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പാസ്റ്റായിരിക്കുന്ന ഒരു കൺസിഡറേഷൻ വാലിഡ് ആണ് എന്നാണ് അതുകൊണ്ട് പറയുന്നത്. അടുത്തത് ഡസ് ഓർ അബ്സ്റ്റെയിൻസ്. പ്രസന്റ് ഫോമാണ് ഈ 2 കാര്യങ്ങളും. ഡസ് സംഭവം അത് സിംഗുലർ ഫോമാണ്. ഓർ അബ്സ്റ്റെയിൻസ് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ പ്രസന്റ് ഫോമിൽ നിൽക്കുന്ന കാര്യങ്ങളെ ചെല്ലുന്ന കൺസിഡറേഷൻ. ഓർ പ്രോമിസ് ടു ഡു ഓർ അബ്സ്റ്റെയിൻസ് ഫ്രം ഡൂയിങ് സംതിങ്. സാധാരണ നമ്മളത് ഫ്യൂച്ചർ ടെൻസിനാണ് ഉദ്ദേശിക്കുന്നത്. സച്ച് ആക്ട്, ഇവിടെ ആക്ട് എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. അബ്സ്റ്റെയിൻസ് എന്ന് പറഞ്ഞാൽ നിരസിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർ പ്രോമിസ് വാക്ക് ഈസ് എ കൺസിഡറേഷൻ. അപ്പോൾ സെക്ഷൻ 2 ക്ലോസ് ഡി പ്രകാരം അതിൻ്റെ മലയാളം ഇങ്ങനെയാണ്: പ്രോമിസറിൻ്റെയോ പ്രോമിസിയുടെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞു പോയതോ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ കൊടുക്കുന്ന ഒരുറപ്പോ വാക്കോ നിരസമോ അല്ലെങ്കിൽ ഒരു പ്രോമിസോ അവരുടെ സ്വന്തം മനസ്സിലുണ്ടായിരുന്ന തീരുമാനത്തിലൂടെ കൊടുക്കുന്ന ഒരു പ്രോമിസോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒന്ന് നിരസിക്കുകയോ ചെയ്യുന്ന കാര്യത്തിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുക. അതായത് പ്രോമിസർ, പ്രോമിസി അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുടെ, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറ്റേതെങ്കിലും വ്യക്തിയുടെ ഭാവിയിലുള്ളതോ ഭൂതകാലത്തിലുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഏതെങ്കിലും പ്രവൃത്തിയുടെയോ അല്ലെങ്കിൽ ആ പ്രവൃത്തി ചെയ്യുന്നില്ല എന്നോ ഉള്ള ഒരു വാക്ക്, അവരുടെ മനസ്സിൽ വരുന്ന ഒരു വാക്ക്, ആ സമ്മതം ഇതിനെയാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഈ ഡെഫിനിഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേർഡ് എന്ന് പറയുന്നത് ഡിസയർ ആണ്. അറ്റ് ഡിസയർ. ഡിസയർ എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, തീരുമാനം. അപ്പോൾ ഡിസയറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ കൺസെൻറ്റ്, തീരുമാനം, സമ്മതം. കൺസെൻറ്റ് എന്ന് പറയുന്നത് വില്ലാണ് അല്ലേ, നമ്മുടെ എല്ലാം സമ്മതം, നമ്മുടെ എല്ലാം ഡിസിഷൻ. ഇപ്പോൾ നിങ്ങൾ ബികോം പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തം സമ്മതത്തിൻ്റെ പേരിലായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളൊക്കെ നിങ്ങൾ വാങ്ങിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സമ്മതത്തിലാണ്. അതിൽ മറ്റൊരാളുടെ പ്രവൃത്തി ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു ഡിസയർ എന്ന് പറയുന്നത് സമ്മതമാണ്. ഈ സമ്മതം എങ്ങനെ ഫ്രീ ആവുന്നു? അപ്പോൾ ഈ ഒരു കരാറിൽ ഫ്രീ കൺസെൻറ്റ് എന്നാണ് അവിടെ പറയുന്നത്. ഒരു കൺസെൻറ്റ് എങ്ങനെ ഫ്രീ ആവുന്നു എന്നുള്ളതാണ് പിന്നെ പറയുന്നത്. ഒരു കൺസെൻറ്റ് ഫ്രീ ആവണമെങ്കിൽ കൊയേഷൻ, അൺഡു ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ, മിസ്റ്റേക്ക് എന്നിവ അതിൽ പാടുള്ളതല്ല. ഒരാളുടെ തീരുമാനത്തിൽ ഭീഷണിപ്പെടുത്തുകയോ സ്നേഹ വശീകരണമോ ഫ്രോഡോ മിസ്റ്റേക്കോ മിസ്റെപ്രസെൻറ്റേഷനോ പാടില്ല. അങ്ങനെയുള്ള തീരുമാനങ്ങൾ, അങ്ങനെയുള്ള ഡിസിഷൻസ്, അങ്ങനെയുള്ള വില്ല്, അങ്ങനെയുള്ള ഡിസയർ, അങ്ങനെയുള്ള കൺസിഡറേഷനെ സംബന്ധിച്ചിടത്തോളം വോയിഡാണ്. ഒരു ഭീഷണിപ്പെടുത്തലും ഇല്ലാതെ, സ്നേഹവാത്സല്യങ്ങൾ അല്ലെങ്കിൽ സ്നേഹവശീകരണങ്ങളില്ലാതെ, ഫ്രോഡില്ലാതെ, മിസ്റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ, മിസ്റ്റേക്ക് ഇല്ലാതെ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ യുക്തിയോട് എടുക്കുന്ന തീരുമാനങ്ങളെയാണ് കൺസിഡറേഷൻ എന്ന് പറയുക. കൺസിഡറേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതൊന്നല്ലെങ്കിൽ പ്രസൻ്റ് ആയിരിക്കാം, ഫ്യൂച്ചർ ആയിരിക്കാം, പാസ്റ്റ് ആയിരിക്കാം. അതിൻ്റെ ഓർഡർ ശരിക്കും പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നാണ്. ഈ ഒരു കാര്യം ഇന്ത്യയിൽ മാത്രമാണ് വാലിഡേറ്റ് ആയിട്ടുള്ളത്. എന്നാൽ ഇംഗ്ലണ്ടിൽ പ്രസൻറ്റിന് മാത്രമാണ്, പ്രസൻറ്റ് കൺസിഡറേഷന് മാത്രമാണ് വാലിഡിറ്റി ഉള്ളത്. കൺസിഡറേഷൻ്റെ അല്ലെങ്കിൽ കൺസിഡറേഷൻ ടേം വരുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്.
അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സംതിങ് ഇൻ സംതിങ് റിട്ടേൺ. ആ സംതിങ് എന്ന് പറയുന്നതാണ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മലയാളത്തിലൊക്കെ പറയാറുള്ളത് ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം എന്ന് പറയുന്ന അതേ വാചകത്തിൻ്റെ ഒരു പര്യായം പോലെ അതുപോലെ തന്നെ ഇരിക്കുന്നതാണ് ഇതും. ഒരു സഹായം അങ്ങട് ചെയ്യുമ്പോൾ ഒരു സഹായം ഇങ്ങട് ചെയ്യുന്നു എന്നുള്ള, ഇങ്ങട് ചെയ്യണമെന്നുള്ള ഒരു ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് കൺസിഡറേഷൻ്റെ കൺസെപ്റ്റ്. ഇനി കൺസിഡറേഷനിൽ വരുന്ന കുറച്ചു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ്സ് ഇതാണ്. ഒന്ന്, അതിൻ്റെ തീരുമാനം. അത് പ്രോമിസറിൽ നിന്നോ പ്രോമിസിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയിൽ നിന്നോ ആയിരിക്കാം. ആ തീരുമാനം പാസ്റ്റിലെയോ പ്രസന്റിലെയോ ഫ്യൂച്ചറിലെയോ ആയിരിക്കാം. അതോടൊപ്പം തന്നെ അതിനൊരു വാല്യൂ വരണം. ഇനി പഠിക്കാൻ പോകുന്നത് രണ്ട് ഡോക്ട്രിൻസ് ആണ്. പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്സും കൺസ്ട്രക്റ്റീവ് കോൺട്രാക്ട്സും, തിയറി ഓഫ് കോൺട്രാക്ട്സ് എന്ന് പറഞ്ഞ രണ്ട് തിയറികളാണ്. അതിൽ ഡോക്ട്രൈൻ ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ ആണ്. ഈ തിയറി പ്രകാരം സ്ട്രേഞ്ചർ ആയിരിക്കുന്ന ഒരു പാർട്ടിക്ക് കോൺട്രാക്റ്റിന്റെ പേരിൽ സ്യൂ ചെയ്യാമെന്നാണ്. എ സ്ട്രേഞ്ചർ ഹു ഈസ് പാർട്ടി ഓർ ബെനിഫിഷ്യറി ടു എ കോൺട്രാക്ട് ക്യാൻ സ്യൂ ഓൺ കോൺട്രാക്ട്. നമ്മൾ സെക്ഷൻ 2D എനി അതർ പേഴ്സൺ എന്നുള്ള ഡെഫിനിഷനിലേക്ക് അറ്റാച്ച് ചെയ്ത് വരുന്ന തിയറിയാണ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ എന്ന് പറയുന്ന തിയറി. എനി അതർ പേഴ്സൺ എന്ന് അവിടെ പറയുമ്പോൾ ഞാൻ അന്നേ, അതായത് ഞാനിത് എടുക്കുമ്പോഴേ പറഞ്ഞിരുന്നു, എനി അതർ പേഴ്സൺ എന്ന് പറയുന്നത് ആ കരാറുമായി ബന്ധപ്പെടുന്ന വ്യക്തികളോ അല്ലെങ്കിൽ കരാറിന് ഗുണം കിട്ടുന്ന വ്യക്തികൾക്ക് ഈ കരാറിന്റെ മുകളിൽ സ്യൂ ചെയ്യാനുള്ള പവർ കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ബാഹ്യമായ ഉള്ളടക്കം. അടുത്ത തിയറി എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കോൺട്രാക്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു തിയറിയാണ്. എ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് കനോട്ട് സ്യൂ. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എനി അതർ പേഴ്സൺ എന്ന് പറയുന്നുണ്ടല്ലോ, പ്രോമിസർ, പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. സെക്ഷൻ 2D അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ, പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ, ആ എനി അതർ പേഴ്സണിൻ്റെ ഡിനോട്ടിംഗ് ആണ് വരുന്നത്. ഇതിൽ സ്ട്രേഞ്ചറായ ഒരു വ്യക്തിക്ക് കോൺട്രാക്റ്റിൽ സ്യൂ ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോൺട്രാക്റ്റുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്തൊരു വ്യക്തി, അദ്ദേഹം ഒരു ബെനിഫിഷ്യറി അല്ല, ഒരു പാർട്ടി അല്ല, അത് അല്ലെങ്കിൽ ഈ പ്രോമിസറിൻ്റെയോ പ്രോമിസിയുടെയോ ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് പോലുമല്ല. അങ്ങനെ കംപ്ലീറ്റ് സ്ട്രേഞ്ചർ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കോൺട്രാക്റ്റിൻ്റെ പേരിൽ സ്യൂ ചെയ്യാൻ സാധിക്കുകയില്ല. കോൺട്രാക്ട് ഓഫ് പ്രിമിറ്റീവ് ഓഫ് കോൺട്രാക്റ്റും കോൺട്രാക്ട് ഓഫ് കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷൻ തമ്മിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യകത ഉണ്ടാവും. പക്ഷെ ആ ആവശ്യകത അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. കൺസ്ട്രക്റ്റീവ് കൺസിഡറേഷനിൽ ഇങ്ങനെയാണ് പറയുന്നത്: ആ കോൺട്രാക്റ്റിന്റെ ബെനിഫിഷ്യറിയോ അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് സ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. എന്നാൽ പ്രിവിറ്റി ഓഫ് കോൺട്രാക്റ്റിൽ പറയുന്നത് ആ കോൺട്രാക്റ്റുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഒരാൾക്കാർക്ക് കോൺട്രാക്റ്റിന്റെ പേരിൽ സ്യൂ ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ കോൺട്രാക്റ്റിലെ എന്നിട്ട് ബെനിഫിഷ്യറിയോ അല്ലെങ്കിൽ ഏജന്റോ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവോ ആവാത്ത ആൾക്കാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലിയറായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി കൺസിഡറേഷൻ ലോഫുൾ ആവുന്ന ഘടന. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ സെക്ഷൻ 23 ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യമായി ഇതിൻ്റെ കൺസിഡറേഷൻ അൺലോഫുൾ ആവുകയാണെങ്കിൽ അത് ഫോർബിഡൻ ബൈ ലോ, നിയമപരമായി നിരോധിക്കപ്പെട്ടത് എന്തും കൺസിഡറേഷനിൽ അൺലോഫുൾ ആയിരിക്കും. ഓക്കെ, ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് ലോ, അതായത് നിയമത്തിനെ തോൽപ്പിക്കുന്ന ഏതൊരു കൺസിഡറേഷനും
അൺലോഫുൾ ആയിരിക്കും. ഫ്രോഡുലന്റ് എന്ന് പറയുന്നത് ഫ്രോഡോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളെയാണ് ഫ്രോഡുലന്റ് എന്ന് പറയുക. ഇൻവോൾവ് ഇഞ്ചുറി, ഡിസ്ട്രക്ഷൻ ടു ദ പ്രോപ്പർട്ടി ആൻഡ് ദ പേഴ്സൺ. അതായത് ഒരു വ്യക്തിക്കോ ഒരു പ്രോപ്പർട്ടിക്കോ ഡിസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ വരുത്തുന്ന കൺസിഡറേഷൻസും അൺലോഫുൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ കോർട്ട് ഇമ്മോറലായി കാണുന്ന പല കാര്യങ്ങളും അൺലോഫുൾ കൺസിഡറേഷൻ ആണ്. ഓക്കെ. അതുമായി ഇപ്പോൾ നിങ്ങൾ തമ്മിൽ പിന്നെ ഒപ്പോസ് ടു പബ്ലിക് എന്ന് പറയുന്നത് പബ്ലിക് പോളിസിയാണ്. സമൂഹത്തിനെതിരെ പ്രവർത്തിക്കാനുള്ള ഏതൊരു പ്രവൃത്തിയും അതിൽ കൊടുക്കുന്ന കൺസിഡറേഷനും അൺലോഫുൾ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഒരു കലഹം, റോയിട്ട് ഉണ്ടാവുന്നു. ആ റോയിട്ടിൽ പലരും പങ്കെടുക്കുന്നുണ്ട്. അതിലൊരാൾ വിട്ടുപോയാലും ആ റോയിട്ടിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് കോടതിയിലൂടെ സമീപിക്കാൻ അയാൾക്ക് സാധിക്കില്ല. കാരണം ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദി പബ്ലിക് പോളിസി. അതോടൊപ്പം തന്നെ കോടതി ഇമ്മോറലായി, അതായത് ഇല്ലീഗലായി പ്രഖ്യാപിക്കുന്ന പല ആക്ടുകൾക്കും സമ്മതം കൊടുത്ത് അത് പ്രവർത്തിക്കാതെ പോകുമ്പോൾ അതിനെ എൻഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളും അതും അൺലോഫുൾ ആണ്. അൺലോഫുൾ കൺസിഡറേഷൻ ആയിട്ട് ചെയ്യാറ്. ഇനി കൺസിഡറേഷൻ്റെ എസെൻഷ്യൽ എലമെൻ്റ് ആണ്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോമിസറിൽ നിന്ന് പോകേണ്ടതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ഇങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു വീട് കത്തിപ്പിടിക്കുന്നത് കണ്ടു. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളോട് ഹെൽപ്പൊന്നും ചോദിച്ചില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിലെ മനുഷ്യത്വം കാരണം അദ്ദേഹത്തിനെ ചോദിക്കാതെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ ഒരു സിനേറിയോയാണ്, ഈ ഒരു സർക്കംസ്റ്റാൻസസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. അതായത് ചോദിക്കാതെയും സമ്മതിക്കാതെയും മറ്റൊരാളുടെ സമ്മതമില്ലാതെ അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ആക്ട് ചെയ്യാനുള്ളതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഏതെങ്കിലും പ്രവൃത്തി തടയാമെന്നുള്ള നിങ്ങൾ കൊടുക്കുന്ന സമ്മതത്തെയാണ് ഇവിടുത്തെ ഡിനോട്ടേഷനിൽ വരുന്നത്. ദ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ. അദ്ദേഹവുമായി കോൺട്രാക്ട് വേണമോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള തീരുമാനം ആദ്യം എടുക്കേണ്ടത് നിങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് വേണം അത് പ്രോമിസിക്ക് പറയാനായിട്ട്, ഓഫറായിട്ട് അങ്ങോട്ട് പോകാനായിട്ട്. രണ്ടാമത്തെ കാര്യം, കൺസിഡറേഷൻ മൂവ് ഫ്രം പ്രോമിസി ഓർ എനി അതർ പേഴ്സൺ. ഇത് യൂഷ്വലായി നടക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഓഫർ കിട്ടുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യണോ അതോ അത് നിരസിക്കണോ എന്നുള്ളത് ആ പ്രോമിസിയാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ആ പ്രോമിസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ ആയിരിക്കണം അത് ചെയ്യേണ്ടത്. മുകളിൽ പറഞ്ഞ ദ കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദ പ്രോമിസർ എന്ന് പറയുന്നത് എനി അതർ പേഴ്സണും ബാധകമാണ്. അതുപോലെ തന്നെ കൺസിഡറേഷൻ മേ മൂവ് ഫ്രം ദി പ്രോമിസി എന്ന് പറയും എനി അതർ പേഴ്സണും ബാധകമാണ്. രണ്ടും എനി അതർ പേഴ്സണും രണ്ടും ബാധകമാണ്. കൺസിഡറേഷൻ്റെ മറ്റൊരു എലമെന്റ് എന്ന് പറയുന്നത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചറിലുള്ള കൺസിഡറേഷൻ ഇന്ത്യയിൽ വാലിഡ് ആണ്. ഇന്ത്യയിൽ എന്ന് പ്രത്യേകം പറയാൻ കാരണം ബ്രിട്ടനിൽ ഇന്നും അത് വാലിഡിറ്റി ഇല്ല. ഓൺലി പ്രസന്റ് കൺസിഡറേഷൻ ഈസ് വാലിഡ്. ഇറ്റ് നീഡ് നോട്ട് ബി അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ് എന്ന് പറയുന്നതിൻ്റെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സെർട്ടൺ ആയിരിക്കണം, വളരെ ഈക്വൽ വാല്യൂ ഉള്ള എന്തെങ്കിലും ആയിരിക്കണം. കൺസിഡറേഷൻ ഒരിക്കലും കൊടുത്ത ഉറപ്പിൻ്റെ മുകളിൽ വീണ്ടും കൊടുക്കുന്ന ഒരു പ്രവൃത്തി ആവരുത്. കൺസിഡറേഷൻ ഒന്നല്ലെങ്കിൽ ഒരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒന്ന് നിരസിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുകയില്ല എന്ന് കൊടുക്കുന്ന ഒരു ഉറപ്പോ, അതാണ് ഫോർബെറൻസ് എന്ന് പറയുന്നത്. ഫോർബെറൻസ് ടു സ്യൂ എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം അവിടെ ഒരു കേസ് കൊടുക്കുകയില്ല എന്നുള്ള ഒരു ഉറപ്പ്. പക്ഷെ അങ്ങനെയുള്ള ഉറപ്പ് സത്യത്തിൽ കോൺട്രാക്ട് ആക്ടിൽ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമാണ് വാലിഡിറ്റി ഉള്ളത്. അത് സാധാരണ ഇപ്പോൾ മീഡിയേഷൻ ടോക്കുകൾ,
മീഡിയേഷൻ അതായത് ഒരു കോടതിപരമായിട്ട് കോടതിയിൽ പോകുന്നതിനേക്കാളും മുമ്പ് ഒത്തുതീർപ്പിലൂടെ ആ ഡിസ്പ്യൂട്ട് സോൾവ് ചെയ്യാമെന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ്, ഒരു ക്ലോസ് ആ എഗ്രിമെന്റിൽ ഉണ്ടെങ്കിൽ കോടതിയിൽ പോണേക്കാളും മുമ്പ് തന്നെ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനിൽ പോയിരിക്കണം. അങ്ങനെ അവിടെ അതിനൊരു ഫെയിലിയർ വരുമ്പോൾ മാത്രമാണ് കോടതിയുടെ ഹെൽപ്പ് ചേരാൻ പാടുള്ളൂ. അപ്പോൾ കൺസിഡറേഷൻ ഈ കൺസിഡറേഷന്റെ ഒരു പ്രത്യേകത അതാണ്. സാധാരണ ഇത് എല്ലാ എഗ്രിമെന്റിലും വരുന്നതാണ്. ആർബിട്രേഷൻ ആക്ടിന്റെ മായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഇതുമാണ്. ആർബിട്രേഷൻ ആക്ടില് സെക്ഷൻ 8 പ്രകാരം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു എഗ്രിമെന്റ് ക്ലോസും കൂടിയാണ് സാധാരണ ഫോർബറൻസ് ടു സ്യൂ എന്ന് പറയുന്നത്. സാധാരണ കോംപ്രമൈസ് ആയിരിക്കുന്ന സ്യൂട്ടുകളിൽ കോംപ്രമൈസായി, അതായത് നിങ്ങളൊക്കെ കോടതിപരമായി നീങ്ങുന്നവർക്ക് അറിയാം, കോടതിയുടെ പുറത്ത് വെച്ച് ഒത്തുതീർപ്പാക്കുന്നത്. അങ്ങനെ ഒത്തുതീർപ്പാക്കിയ ഒരു ക്ലോസിന്റെ മുകളിൽ പിന്നെ ഒരിക്കലും നമുക്കൊരു ക്ലെയിം നടത്താൻ സാധിക്കുകയില്ല. പിന്നെ ക്രെഡിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എഗ്രിമെന്റ്സിൽ സാധാരണ ഒരു ആർബിട്രേഷൻ ക്ലോസ് ഉണ്ടാവാറുണ്ട്. അതായത് കോടതി പോകുന്നതിനേക്കാളും മുമ്പ് അത് ഒത്തുതീർപ്പാക്കിക്കൊള്ളാം എന്നുള്ള ഒരു ക്ലോസ്. അങ്ങനെ 3 തരത്തിലാണ് ഈ ഫോർബറൻസ് എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കപ്പെടുന്നത്. ഫോർബറൻസ്. പക്ഷേ ഇതിനൊരു കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം കോൺട്രാക്ട് ആക്ടിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് സ്യൂ ചെയ്യാനായിട്ട് നിരോധിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകളിൽ എടുക്കും. പക്ഷേ ഇത് എന്ന് പറയുന്നത് സ്യൂ ചെയ്യാൻ നിരോധിക്കപ്പെടുന്നത് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സമ്മതത്തോടു കൂടി നിരോധിക്കപ്പെടുന്നതായിരിക്കും. അത് ചില സർക്കംസ്റ്റാൻസസിൽ മാത്രമാണ് സംഭവിക്കുന്നത്. എല്ലാ സർക്കംസ്റ്റാൻസസിലും എല്ലാ കോൺട്രാക്റ്റിലും അത് സാധിക്കുകയില്ല. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും പഠിക്കും. കൺസിഡറേഷന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി റിയൽ, നോട്ട് ഇല്യൂഷണറി. റിയലായി നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് മാത്രമായിരിക്കണം കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഇമാജിനറി വേൾഡിലുള്ള കൺസിഡറേഷൻ ആവുകയില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു വാഗ്ദാനം തരികയാണ് ഒരു വ്യക്തി. നിങ്ങളെ എന്താ പറയുക, ഒരു ഹിപ്നോട്ടിക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പഴയ ലോകത്തേക്ക് നിങ്ങളുടെ മുൻ ലോകത്തേക്ക്, അല്ലെങ്കിൽ ഒരു ടൈം മെഷീൻ വെച്ച് നിങ്ങളെ 10 കൊല്ലം ബാക്കിലോട്ടാക്കി തരാം എന്ന് പറയുന്നു. ഇറ്റ് ജസ്റ്റ് എൻ ഇല്യൂഷൻ. അതൊരിക്കലും സാധിക്കുകയില്ല. ഇമാജിനറിയാണ് ആ കാര്യം. അങ്ങനെ നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരു ട്രാൻസാക്ഷനൊക്കെ നടന്നു. ആ ട്രാൻസാക്ഷൻ ഫോഴ്സ് ചെയ്യാനായിട്ട് കോടതി വഴി സാധിക്കുകയില്ല എന്നാണ് ഇതിൻ്റെ ചുരുക്കം. കൺസിഡറേഷൻ മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ, ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഇല്ലീഗലായ ആക്ടിവിറ്റികൾക്കും ഇമ്മോറലായ ആക്ടിവിറ്റികൾക്കും പൊതുജനങ്ങൾക്കെതിരായ ആക്ടിവിറ്റികൾക്കും കൊടുക്കുന്ന കൺസിഡറേഷൻ ഒരു വാലിഡ് അല്ല. അതിനെ നമ്മൾ കോൺസ്പിറസി എന്ന് പറയുന്ന ടേമിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ക്രിമിനൽ ആക്ട്. അപ്പോൾ അതിന് ഒരിക്കലും ഒരു കോടതിപരമായ ഒരു സാങ്ഷൻ കിട്ടുന്നതല്ല അതിലൊരു ബ്രീച്ച് ഉണ്ടായി കഴിഞ്ഞാൽ. അതോടൊപ്പം തന്നെ അങ്ങനെ ചെയ്തതിന് നിങ്ങൾക്കെതിരെ കോടതി സ്വമേധയാ ഒരു കേസ് എടുക്കുന്നതുമായിരിക്കും. ഇനി ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗം കൂടിയാണ് എക്സെപ്ഷൻസ്. ആദ്യത്തെ എക്സെപ്ഷൻ എന്ന് പറയുന്നത് എഗ്രിമെന്റ് മെയ്ഡ് ബൈ ലവ് ആൻഡ് അഫെക്ഷൻ. സ്നേഹത്തിൻ്റെയും ആ ബന്ധത്തിൻ്റെയും പേരിൽ കൊടുക്കുന്ന ഒരു എഗ്രിമെന്റ്. സാധാരണ ധനനിശ്ചയ ആധാരങ്ങൾ, നമ്മുടെ സ്ഥലക്കച്ചവടവും ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഡോക്യുമെന്റ്സ്. സെറ്റിൽമെന്റ് ഡീഡ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെട്ടിരിക്കുന്ന ഡീഡ്സ് എല്ലാം ഈ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്ന ഡീഡിൽ ഈ പറയുന്ന ക്ലോസിൽ വരുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹപ്രതി നിങ്ങൾ കൊടുക്കുന്ന ആ വസ്തു നിങ്ങൾ കൊടുക്കുകയാണ്. അത് കൊടുക്കുമ്പോൾ അതിന് പ്രതിഫലമായി നിങ്ങളൊന്നും തന്നെ വാങ്ങുന്നില്ല, നിങ്ങളൊന്നും വാങ്ങുന്നുമില്ല.
ഒന്നും വാങ്ങുന്നുമില്ല. എന്നാൽ അതിൽ നിന്ന് ഒന്നും എടുക്കുന്നുമില്ല. അദ്ദേഹത്തിനോടുള്ള സ്നേഹപ്പുറത്താണ് നമ്മളത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയാൻ കാരണം. അതായത് സ്നേഹവും ബന്ധവും പ്രതിഫലമായി കൊടുക്കുന്ന കാര്യങ്ങള്. അതിന് കൺസിഡറേഷന്റെ ആവശ്യകത വരുന്നില്ല. അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങളൊരു സമ്മാനം വാങ്ങുമ്പോൾ ആ സമ്മാനത്തിനെ പറ്റി നിങ്ങൾ അദ്ദേഹത്തിനോട് പറയാറില്ല. അല്ലെങ്കിൽ ആ വ്യക്തിയോട് നിങ്ങൾ പറയില്ല. കാരണം അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ എന്ന് അറിയില്ല. പക്ഷെ ആ ഒരു കാര്യത്തിൽ കൺസിഡറേഷന്റെ ആവശ്യകതയില്ല. മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ പ്രോമിസ് ടു കോമ്പൻസേറ്റ്. കഴിഞ്ഞുപോയ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ഇഞ്ചുറിയെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള പ്രോമിസ്. സാധാരണ ഇൻഷുറൻസ് എഗ്രിമെന്റുകളെല്ലാം ഇതിന്റെ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഭാവിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം കോമ്പൻസേറ്റ് ചെയ്ത് കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഇൻഷുറൻസ് എഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് കൺസിഡറേഷന്റെ ആവശ്യകത ഇല്ല. പ്രോമിസ് ടു പേ ടൈം ബാരിഡ് ഡെപ്റ്റ്. നിയമലോകത്ത് ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്, ഒരു നിയമമുണ്ട്. ആ ആക്ടില് പ്രധാനമായും എത്ര കാലങ്ങൾ കൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിയമപരമായി പറഞ്ഞിട്ടുണ്ട്. ഒരു കടം 12 വർഷമോ 30 വർഷത്തെ കാലയളവിലിടയിൽ നിയമപരമായി തിരിച്ചു വാങ്ങണമെന്നാണ് ലിമിറ്റേഷൻ ആക്ടിൽ പരക്കെ പറയുന്നത്. 12 വർഷം ആവാം, 30 വർഷം വരെ കടന്നു പോവാം. 30 വർഷം കഴിഞ്ഞിട്ട് 31ാമത്തെ വർഷമാണ് അതിന് നിയമപരമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ അത് ബാർ ആവുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങളുടെ ബി എന്ന് പറയുന്ന സുഹൃത്തിന് ഒരു 1000 രൂപ കടം കൊടുത്തു. അത് കഴിഞ്ഞൊരു 12 കൊല്ലം കഴിഞ്ഞു, 30 കൊല്ലവും കഴിഞ്ഞു. 31ാമത്തെ കൊല്ലമാണ് നിങ്ങൾ ആ പറയുന്ന വ്യക്തി, ബി എന്ന് പറയുന്ന വ്യക്തിയോട് കാശ് തിരിച്ചു ചോദിക്കുന്നു. പക്ഷെ അദ്ദേഹം തിരിച്ചു തരുന്നില്ല. ബി എന്ന് പറയുന്ന വ്യക്തി തിരിച്ചു തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? കോടതിപരമായിട്ട് അത് വാങ്ങാൻ നോക്കും. പക്ഷെ അത് കോടതിക്ക് ഇടപെടാൻ സാധിക്കുകയില്ല. കാരണം 30 വർഷത്തിനുള്ളിൽ ഏത് തരത്തിലുള്ള കടവും തീർക്കണമെന്നാണ് കോടതിയുടെ അല്ലെങ്കിൽ ലിമിറ്റേഷൻ ആക്ടിന്റെ പ്രസ്താവന. അത് 2 ടൈപ്പ് ഉണ്ട്. അതാണ് 12ഉം 30ഉം എന്ന് ഞാൻ ഇങ്ങനെ തിരിച്ച് പറയാൻ കാരണം. ഓക്കെ. അപ്പോ അങ്ങനെയുള്ള ഡെപ്റ്റുകൾ 31 വർഷം കഴിഞ്ഞു, അദ്ദേഹം നിങ്ങൾക്ക് തന്നില്ല. നിങ്ങൾക്ക് അത് തിരിച്ചു വാങ്ങാനുള്ള നിയമപരമായ അവകാശങ്ങളും തടയപ്പെടുകയും ചെയ്തു. ലിമിറ്റേഷൻ പ്രകാരം തടയപ്പെടുകയും ചെയ്തു. അങ്ങനെയുള്ള കടം അല്ലെങ്കിൽ 32ാമത്തെ വർഷം ആ ബി എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ക്ഷമിക്കണം, ഞാനത് കഴിഞ്ഞ കൊല്ലം തരേണ്ടതായിരുന്നു, എൻ്റെ കയ്യിൽ പണം ഉണ്ടായില്ല, അതുകൊണ്ട് ഈ കൊല്ലം ഞാനത് തരാം എന്ന് നിങ്ങളോട് എഴുതി തരികയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരികയാണെങ്കിൽ അങ്ങനെയുള്ള പ്രോമിസുകൾ വാലിഡ് ആണ് എന്നാണ് ഈ ക്ലോസ് പറയുന്നത്. ടൈം വാലിഡ് ആയ അല്ലെങ്കിൽ എന്നിട്ട് പറയാ എക്സ്പയർ ആയ ഡെപ്റ്റുകൾ തിരിച്ചു തന്നുകൊള്ളാം എന്നുള്ള പ്രോമിസ്. അതാണ് ഇവിടെ പറയുന്നത്. കംപ്ലീറ്റഡ് ഗിഫ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അത് ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് എന്നൊരു ചോദ്യം അവിടെ ഉണ്ടാവാറില്ല. ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കും എന്നുള്ള ഒരു ഉറപ്പിന്റെ മുകളിലാണ് നിങ്ങളത് കൊടുക്കാറ്. കോൺട്രാക്ട് ഓഫ് ആൻ ഏജൻസി. ഏജൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഇടനിലക്കാരൻ എന്നുള്ളതിലാണ്. ആ ഇടനിലക്കാരൻ ഒരു കൺസിഡറേഷന്റെ ആവശ്യകതയില്ല. അവിടെ പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കൺസിഡറേഷന്റെ ആവശ്യകതയില്ല.
ഈ പറഞ്ഞ കാര്യങ്ങളിൽ സെക്ഷൻ 185 ഏജൻസിയുടെ കാര്യം കിടക്കുന്നത്. ബാക്കിയെല്ലാം സെക്ഷൻ 25 ക്ലോസ് 1, 2, 3 എന്നുള്ള ഓർഡറിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു നേരത്തെ പറഞ്ഞ എക്സെപ്ഷനിൽ കുറച്ച് മാനദണ്ഡങ്ങൾ, നിയമപരമായ മാനദണ്ഡങ്ങൾ നോക്കേണ്ടതുണ്ട്. അത് ഗിഫ്റ്റ് ആയിക്കോട്ടെ, ലവ് ആൻഡ് അഫക്ഷൻ്റെ പേരിലായിക്കോട്ടെ, ടൈം ബാരിഡ് ഡെപ്റ്റ് ആയിക്കോട്ടെ. കുറച്ച് മാനദണ്ഡങ്ങൾ, നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമാണ് അങ്ങനെയുള്ള കോൺട്രാക്റ്റുകൾ വാലിഡ് ആവുകയുള്ളൂ. അതിൽ ആദ്യത്തെ ഘടന എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി റൈറ്റിംഗ്. ലവ് ആൻഡ് അഫക്ഷൻ്റെ പേരിലും ഗിഫ്റ്റായി കൊടുക്കുന്നതും അല്ലെങ്കിൽ ടൈം ബാരിഡായ ഡെപ്റ്റും തരാമെന്നും പറയുന്ന എല്ലാ കാര്യങ്ങളും റൈറ്റിങ്ങിലായിരിക്കും, എഴുതപ്പെട്ടതായിരിക്കണം എന്നാണ് അതിന് പറയുന്നത്. മനസ്സിലായോ? എഴുതപ്പെട്ട റെക്കോർഡുകളായിരിക്കണം. രണ്ടാമത്തെ കാര്യം, അത് രജിസ്റ്റർ ചെയ്യണം. ഗിഫ്റ്റായി കൊടുക്കുന്നതും ലവ് ആൻഡ് അഫക്ഷൻ്റെ പേരിൽ കൊടുക്കുന്നതും എല്ലാം രജിസ്റ്റേർഡ് നിയമങ്ങൾ അനുസരിച്ചായിരിക്കണം ചെയ്യേണ്ടത്. ചുമ്മാ ഒരു വെള്ളപ്പ് കടലാസിൽ എഴുതി വെച്ചിട്ട് അങ്ങനെയല്ല അത് ചെയ്യുന്നത്. ഗവൺമെൻറ് പറയുന്ന, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം അത് രജിസ്റ്റർ ചെയ്ത് രജിസ്ട്രാർ ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ്. അതിൻ്റെ രേഖ രജിസ്റ്റർ ഓഫീസിൽ കോപ്പിയും നിങ്ങൾക്കത് ഒറിജിനലുമായി സൂക്ഷിക്കേണ്ടതാണ്. ഇതിൻ്റെ കൺസിഡറേഷൻ ഇവിടെയാണ് സാധാരണ എല്ലാ വിദ്യാർത്ഥികളും, നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പോലും തെറ്റിദ്ധരിക്കപ്പെടുന്നത്. കൺസിഡറേഷൻ എന്ന് പറയുന്നത് പണമാണെന്നുള്ളത്. കൺസിഡറേഷന് പണത്തിൻ്റെ ചൊകയാണുള്ളത്, അല്ലാതെ കൺസിഡറേഷൻ ഒരു പണമല്ല. ഓക്കെ, കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്ന ആ വേർഡിൻ്റെ യഥാർത്ഥ അർത്ഥം സമ്മതമാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റ് ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് വാങ്ങാനുള്ള സമ്മതമാണ് നിങ്ങൾ ആദ്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിനുള്ള പ്രൈസ് നിങ്ങൾ കൊടുക്കുന്നത്. വാങ്ങാനുള്ള സമ്മതം എടുക്കുകയോ കൊടുക്കുകയോ ചെയ്തിട്ടാണ് നിങ്ങൾ അതിന് വേണ്ടിയുള്ള പൈസ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പൈസ ഏതെങ്കിലും ട്രാൻസാക്ഷനിൽ ഒരു പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമ്മതത്തിന് തുല്യമാണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് പൈസ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്കത് വാങ്ങാനുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് നിയമപരമായി അവിടെ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു കാര്യം സാധാരണ തെറ്റിദ്ധാരണ വരാറുണ്ട്. പണമാണ് എന്നാണ് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് താല്പര്യപ്പെട്ട് നിങ്ങൾ സമ്മതത്തോടെ എടുക്കുന്നു, അത് സമ്മതിക്കുന്നു എന്നുള്ളതാണ് കൺസിഡറേഷൻ്റെ യഥാർത്ഥ അർത്ഥം. അപ്പോൾ ഇവിടെ ഇറ്റ് മസ്റ്റ് ബി മെയ്ഡ് ബൈ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ഗിഫ്റ്റ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചു കിട്ടേണ്ടത് എന്താണ്? ലവ് ആൻഡ് അഫെക്ഷൻ ആണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവും പരിചരണവുമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ടത്. അതാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ബിസിനസ് ട്രാൻസാക്ഷനിൽ നിങ്ങളൊരു പ്രോഡക്റ്റ് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ഒരു കട വഴിയോ വിൽക്കുമ്പോൾ ആ പ്രോഡക്റ്റ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന നിമിഷം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം എന്താ? ആ പ്രോഡക്റ്റിൻ്റെ പണം, പ്രതിഫലം. ആ പ്രതിഫലമാണ് പണത്തിൻ്റെ രൂപത്തിൽ തിരിച്ചു വരുന്നത്. പക്ഷെ ഇവിടെ ലവ് ആൻഡ് അഫെക്ഷൻ, സ്നേഹവും പരിചരണവുമാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മറ്റൊരു വ്യക്തിയിൽ നിന്ന്. നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലവ് ആൻഡ് അഫെക്ഷൻ ആണ്. അതാണ് ഞാൻ ഇത്ര കൃത്യമായി അല്ലെങ്കിൽ അത് വേർതിരിച്ച് ഞാൻ പറയാൻ കാരണം. കൺസിഡറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യം എന്നുള്ളതാണ്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഗീവൻ ടു ദി ക്ലോസ് റിലേഷൻ ടു ഈച്ച് അതർ. ഈ എഗ്രിമെൻറ്റുകൾ, ഇതിൻ്റെ എക്സെപ്ഷൻ വർക്ക് ചെയ്യുന്നത് സാധാരണ ക്ലോസ്ഡ് സർക്കിളായ ഫാമിലി റിലേഷൻഷിപ്പിലാണ്. നിങ്ങളിപ്പോൾ അമ്മയ്ക്കോ അപ്പനോ കൊടുക്കുന്നതോ
അപ്പൻ നിങ്ങൾക്ക് നൽകുന്നതോ, അമ്മ നിങ്ങൾക്ക് നൽകുന്നതോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചേട്ടൻ അങ്ങനെയുള്ള ഇതിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യാറുള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതോ, ഭർത്താവിന് കൊടുക്കുന്നതോ കാര്യങ്ങളായിട്ട് വരും. മക്കൾക്ക് കൊടുക്കുന്ന അങ്ങനെയുള്ള ക്ലോസ് റിലേഷൻഷിപ്പ് ഉള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ടൈപ്പ് എഗ്രിമെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ നിങ്ങള് ഒരു പരിചയവുമില്ലാത്ത ഒരാൾക്ക് ഒരു സംഭവം വാഗ്ദാനം ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഇങ്ങനെ ധനനിശ്ചയം സെറ്റിൽമെന്റ് ചെയ്യുന്നത് നിയമപരമായി സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലോ ഇടാം. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. So thank you for hearing my class. Thank you very much. Have a good day.